എന്ന് പറയാൻ കാരണം പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോ നമ്മളൊക്കെ കണ്ടതാണ് ഒരു സമയത്ത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നപ്പോ നമ്മൾ കണ്ടു, ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലുള്ള ആയിരക്കണക്കിന് പ്രൈവറ്റ് കമ്പനികളുടെ നേതൃത്വത്തിൽ അന്ന് ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടത്തിയത് ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ മുല്ല ഉമറിന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ അയ്മൻ അൽ സവാഹിരി എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് പടക്കപ്പലുകൾ അന്ന് ബഹ്റൈന്റെ സഹായത്തോടെ, അതുപോലെ തന്നെ ഇറാന്റെ സഹായത്തോടെ, ഇറാഖിന്റെ സഹായത്തോടെ ആ സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ തീരത്തേക്ക് ആയിരക്കണക്കിന് ടൊമഹക്ക് ക്രൂയിസ് മിസൈലുകളും, അതുപോലെ തന്നെ വിമാനവേദ തോക്കുകളും, അതുപോലെ തന്നെ പലതരത്തിലുള്ള തോക്കുകളും കയറ്റിയിട്ട് ആയിരക്കണക്കിന് പടക്കപ്പലുകൾ അഫ്ഗാനിസ്ഥാന്റെ തീരത്തേക്ക് നങ്കൂരമിട്ടപ്പോ നമ്മളാരും അന്ന് പഠിച്ചിരുന്നില്ല. ആ സമയത്ത് ഉസ്മാൻ അൽ ഔദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്ന് പറന്നു പൊങ്ങിയ വിമാനത്തിൽ കയറിയിട്ട് വേൾഡ് ട്രേഡ് സെന്ററിലേക്കും, അതുപോലെ തന്നെ അമേരിക്കയുടെ ആഭ്യന്തര സ്ഥാപനമായ പെന്റഗണിലേക്കും വിമാനം പറത്തിക്കൊണ്ടുവന്ന് ഇടിച്ച് തെറിപ്പിച്ച് നശിപ്പിച്ചപ്പോ അന്ന് ലോകത്തിന്റെ ജനങ്ങൾ മുഴുവനും അന്ന് അഫ്ഗാനിസ്ഥാനെതിരെ തിരിഞ്ഞു. അതുപോലെ തന്നെ ഉസാമ ബിൻ ലാദനെതിരെ തിരിഞ്ഞു. അതുപോലെ തന്നെ മുല്ല ഉമറിനെതിരെ തിരിഞ്ഞു. എന്നാൽ നിങ്ങൾ കേൾക്കണോ, അതിനുശേഷം എത്രയോ പഠനങ്ങൾ വന്നിരുന്നു, എത്രയോ എഴുത്തുകൾ വന്നിരുന്നു. നിങ്ങൾ അറിയണം സഹോദരന്മാരെ, അന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുന്ന ദിവസം സുബ്ഹാനല്ലാഹ് വേൾഡ് ട്രേഡ് സെന്ററിൽ താമസിച്ചിരുന്ന, അതുപോലെ തന്നെ പെന്റഗണിൽ ജോലി ചെയ്തിരുന്ന എത്രയോ ജൂതന്മാരായ ആളുകൾ ആ ദിവസം അന്ന് അവർ ലീവെടുത്തു. അവരൊന്ന് ലീവെടുത്തു. എന്നിട്ട് അവരുടെ വീടുകളിലേക്ക് അവരൊന്ന് പോയി. എന്നാലോ സുബ്ഹാനല്ലാഹ് ആ ആക്രമണത്തിൽ അതിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോ, അമേരിക്കയിൽ അതിന്റെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചു നോക്കിയപ്പോ മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അന്ന് വേൾഡ്
ഉണ്ടായിരുന്നു. സമാധാനത്തിന്റെ യൂറോപ്യൻ യൂണിയൻ, അതുപോലെ തന്നെ UN അസംബ്ലിയിൽ സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണം നടത്തിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അന്ന് സമാധാനത്തിന്റെ UN അസംബ്ലി ആയിരുന്നു. ഇന്ന് ഫലസ്തീനിനെതിരെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തുമ്പോ ഒരാൾക്കും ഇവിടെ സഹിഷ്ണുമില്ലാൻ കഴിയുന്നില്ല, ഒരാൾക്കും അതിനെതിരെ ശബ്ദിക്കാൻ കഴിയുന്നില്ല. അൽഹംദുലില്ലാഹ്, ഞാൻ കിബറുകൊണ്ട് പറയല്ല, അല്ലാഹു തആല തന്ന നിഅമത്ത് കൊണ്ട് പറയുകയാണ്. ഇനിയാണ് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോ ഫലസ്തീൻ ഉൾപ്പെടുന്ന അറബ് ലീഗിന്റെ ഏകദേശം 28ഓളം യാത്രകളുള്ള അറബ് ലീഗിന്റെ അംബാസഡർ ഡോക്ടർ ഡോക്ടർ മാസിൻ അൽ മസ്ഊദി നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന അറബ് ലീഗ് എംബസിയിലെ അംബാസഡറായ ഡോക്ടർ മാസിൻ അൽ മസ്ഊദിയെ സാധുവായ ഉത്തരവാദിത്തമായ ഞാൻ അദ്ദേഹത്തെ എന്റെ ഫോണിൽ നിന്ന് നേരിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അല്ലയോ മാസിൻ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഫിലസ്തീനിൽ
പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ദയവായി നിങ്ങൾ വണ്ടി വാങ്ങി കൊടുക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ കാർ വാങ്ങി കൊടുക്കാനും വേണ്ടിയില്ല, ബൈക്ക് വാങ്ങി കൊടുക്കാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അങ്ങോട്ട് വണ്ടിയോട്ട് കയറിയാൽ പിന്നെ കുതിരയുടെ മണം. കുതിരയ്ക്കറിയാലോ കുതിരപ്പുറത്ത് കയറിയിരുന്ന ആളെ പരിചയമില്ലാത്ത ഒറ്റ ചാട്ടോ തലേ താഴ്ത്തു എന്ന പോലെ ബൈക്കിൽ കയറിയിരുന്ന പിന്നെ ചെറുപ്പക്കാർക്ക് യാതൊരു ബോധവും അല്ലേ? എന്താ കാറ്റ് പോയാൽ പോലെ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ പോലെ അതല്ല 10 വണ്ടി പോണേ അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നൊരു ശബ്ദ പുറകിൽ വന്നവൻ കൊണ്ടിരിക്കില്ലേ? എത്ര പേരാണ് ഒരു പ്രാവശ്യം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ബസ്സിന്റെ ഫ്രണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ ആ ബസ്സുകാരനെ മുന്നിൽ ഒറ്റ വ്യക്തിയില അയാൾ നേരത്തെ കൈവച്ചു. KSRTC പേരുമ്പോ എന്താ അവസ്ഥ? ഓടി കിട്ടുമോ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ ബൈക്ക് വാങ്ങരുത്. ബസ്സുകാരൻ നടന്നു പോകും. എന്നാലും കേട്ടില്ല നിങ്ങളൊക്കെ ഇന്നത്തെ ഒന്നാമത് അണുകുടുംബ വ്യവസ്ഥയാണ്. ഒരു മോന് മോണോ ഉണ്ടാവാം, അപകടത്തിൽപ്പെട്ട പിന്നെ ആരും ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ബൈക്ക് വാങ്ങി കൊടുക്കരുത്. തുറന്ന് ഞാൻ പറയാണ്, മറ്റൊരാൾ ബൈക്ക് വാങ്ങി കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മക്കൾ ബൈക്ക് എടുക്കാൻ നിൽക്കുമ്പോ സൈക്കിൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് കാറെടുത്തൂടെ, എന്നാലും ബൈക്ക് നിങ്ങൾ വാങ്ങി കൊടുക്കരുത്. അപകടം വലുതാണ്, അപകടം പതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആശ്രമന്റെ കാല എവിടെ പഠിപ്പിച്ചതാ? വിചാരം കൂടിയ വാഹനാപകടം ഉണ്ടാവും, വിചാരം കൂടിയ ഉപയോഗമുണ്ടാവും, വിചാരത്തിന് കുറവുണ്ടോ? ഇല്ല. നമ്മൾ കാക്കണം, കാവൽ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, ഞങ്ങളെ ആരെയും നീ അപകടത്തിൽപ്പെടുത്തല്ലേ റഹ്മാനെ, അപകട മരണങ്ങളിൽപ്പെടുത്തല്ലേ റഹ്മാനെ. പടച്ചവനെ, രോഗങ്ങൾ തന്നെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ക്യാൻസർ തരല്ലേ അല്ലാഹ്. ഡസൻകണക്കിന് ചെറുപ്പക്കാർ വെന്റിലേറ്ററിലും ICUവിലും അല്ലാതെ ലക്ഷക്കണക്കാണ്. ശിഫ കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് സുഖമില്ലാത്തവരുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ, ശിഫ കൊടുക്കണേ റഹ്മാനെ. നന്നാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ പറയുമ്പോ അതൊക്കെ